ഇന്ന് നമ്മുടെ ഈ കോഴ്സിന്റെ 25ാമത്തെ ലെസൺ ആണ്. ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കഴിഞ്ഞ കുറെ ലെസൺസ് ആയിട്ട് നമ്മൾ പല ടൈപ്പ് സെന്റൻസസ് പഠിച്ചല്ലോ. അത് നമ്മൾ ഇന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ 5-6 പാറ്റേൺസ് ആണ് കാണിക്കുന്നത്. പക്ഷെ ഓരോന്നിനും ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ 2-3 സെന്റൻസസ് നമുക്ക് ഒരുമിച്ച് പറഞ്ഞു നോക്കാം. അത് കഴിഞ്ഞുള്ളത് നിങ്ങൾ തനിയെ പറയാൻ ട്രൈ ചെയ്യണം. അതിന് നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് പറഞ്ഞു നോക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ സെറ്റ് ആയിട്ടുണ്ടാവും. എപ്പോൾ അത് പറയേണ്ടി വന്നാലും നിങ്ങൾക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് പറയാൻ സാധിക്കും. പക്ഷെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ഹോംവർക്ക് നമുക്ക് നോക്കാം. ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്നത്. അതിൽ ആദ്യത്തേത് 2 നിങ്ങൾ മിക്കവാറും പേരും ശരിയാക്കിയിട്ടുണ്ട്. മൂന്നാമത്തത് നോക്കൂ. ആ ഹൗഎവർ വെച്ച് ജോയിൻ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ, അതൊരു പുതിയ സെന്റൻസ് ആയിട്ട് തുടങ്ങണം. അല്ലെങ്കിൽ അതിന് മുൻപ് നമുക്കൊരു സെമി കോളൻ ഇട്ടായാലും പറയാം. പക്ഷെ ഹൗഎവർ കഴിഞ്ഞ ഒരു കോമ ഇടാൻ മറക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്തത് ഇൻസ്പൈറ്റ് ഓഫ് വെച്ച് പറയേണ്ടി വരുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ ലൈസൻസ് എന്ന് പറയണം. ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞ് ING ഫോമാണ് വരേണ്ടത്. ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ ലൈസൻസ് ഹി നെവർ ഡ്രൈവ്സ് എന്ന് പറയും. പക്ഷെ തമാശ എന്താന്ന് വെച്ചാല് ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പലരും ശരിയാക്കി. അതിലായിരുന്നു ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. പക്ഷെ 5ാമത്തത് ഈസി ആണെന്ന് ഞാൻ വിചാരിച്ചത്. അവിടെയാണ് ചിലർക്ക് തെറ്റിയത്. അവിടെ ഈവൻ ഇഫ് ഹി പാസസ് ദ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയണം. ഒരുപാട് പേര് എഴുതിയത് ഈവൻ ഇഫ് ഹി പാസ് ദ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നാണ്. ഹി കഴിഞ്ഞ് പാസസ് ES ആഡ് ചെയ്യണമല്ലോ. മനസ്സിലായോ? ഹി സിംഗുലർ ആയതുകൊണ്ട് വേർബിന്റെ കൂടെ നമ്മൾ S ചേർക്കാണ്. ഈവൻ ഇഫ് ഹി പാസസ് എന്ന് പറയണം. എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ആദ്യം പറയുന്നത്. എനിക്ക് സംഗീതം ഇഷ്ടമാണ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ലൈക്ക് മ്യൂസിക് അല്ലേ? അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട്. ഞാനിവിടെ പറഞ്ഞത് എനിക്ക് സംഗീതം ഇഷ്ടമാണെന്നാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? എനിക്ക് പാട്ട് ഇഷ്ടമാണെന്നായിരിക്കും അല്ലേ? പക്ഷെ അവിടെ നമുക്കറിയാം ഈ പാട്ട് എന്നുള്ള ആ ഒരു വാക്ക് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് സോങ് എന്ന് പറഞ്ഞാൽ പോരാ. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മൊത്തത്തില് സംഗീതം ഇഷ്ടമാണെന്നല്ലേ? അപ്പൊ അവിടെ നമ്മൾ മ്യൂസിക് എന്ന വാക്ക് തന്നെ പറയണം. അപ്പൊ ഐ ലൈക്ക് മ്യൂസിക്. ഇനി എനിക്ക് പാടാൻ ഇഷ്ടമാണ്. അതെങ്ങനെ പറയും? പാടുക എന്നുള്ളതിന് നമ്മൾ ടു സിങ് എന്നല്ലേ പറയുക? സിങ് എന്നാണ് വേർബ്. അപ്പൊ എന്താ പറയേണ്ടത്? ഐ ലൈക്ക് ടു സിങ്. അവിടെ നമ്മൾ ഐ ലൈക്ക് സിങ് എന്ന് പറഞ്ഞാൽ പോരാട്ടോ, ടു കൂടെ വരണം. ഐ ലൈക്ക് ടു സിങ്. അപ്പൊ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ ഐ ലൈക്ക് ടു റീഡ് എന്ന് പറയും നമ്മൾ. ഓക്കെ, അപ്പോ എനിക്ക് സംഗീതം ഇഷ്ടമാണ്. ഐ ലൈക്ക് മ്യൂസിക്. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവൾക്ക് സംഗീതം ഇഷ്ടമാണ് എന്ന് നമ്മൾ എങ്ങനെ പറയും? നമ്മളിതൊക്കെ നേരത്തെ പഠിച്ചു കഴിഞ്ഞാലേ, ഞാൻ വെറുതെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കണമെന്നേ ഉള്ളൂ. ഇതെങ്ങനെ പറയാ? ഷീ ലൈക്സ് മ്യൂസിക്. വ്യത്യാസം എന്താണെന്നറിയാലോ? ഐയുടെ കൂടെ നമ്മൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി. ഷീ ആണെങ്കിൽ അവിടെ വേർബിന്റെ കൂടെ S ചേർക്കണം. ഷീ ലൈക്സ് എന്ന് പറയണം. ഷീ ലൈക്സ് മ്യൂസിക്. ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ നോക്കൂട്ടോ. അവൾക്ക് സംഗീതം ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്ന് പറയണം. മനസ്സിലായോ? അവൾക്ക് സംഗീതം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോ എനിക്കറിയാമെന്ന് പറഞ്ഞ് വരുന്ന സെന്റൻസസ് നമ്മൾ നേരത്തെ ഇംഗ്ലീഷിൽ കണ്ടിട്ടുണ്ട്. ഐ നോ എന്ന് പറഞ്ഞാൽ മതി അല്ലേ? പക്ഷെ ഇവിടെ എന്ത് പറയും? ഐ നോ എന്ത്? അവൾക്ക് സംഗീതം ഇഷ്ടമാണെന്ന്. ദാറ്റ് ഷീ ലൈക്സ് മ്യൂസിക്. വന്ന വരവ് കണ്ടോ? ഐ നോ ദാറ്റ് ഷീ ലൈക്സ് മ്യൂസിക്. അപ്പൊ ഇവിടെ എന്തിനാണ് ഈ ദാറ്റ് എന്ന് വന്നതെന്ന് മനസ്സിലായോ? അവൾക്ക് സംഗീതം ഇഷ്ടമാണെന്ന് എനിക്കറിയാം എന്നല്ലേ പറഞ്ഞത്? ആ എന്ന് എന്നുള്ളൊരു അർത്ഥം കിട്ടാനാണ് നമ്മളിവിടെ ഈ ദാറ്റ് കൊണ്ടുവരുന്നത്. പക്ഷെ സാധാരണ സംസാരിക്കുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഈ ദാറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ ഐ നോ ഷീ ലൈക്സ് മ്യൂസിക് എന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? നമുക്ക് അവിടെ ദാറ്റ് അങ്ങ് ഒഴിവാക്കാം. അപ്പൊ ഐ നോ ഷീ ലൈക്സ് മ്യൂസിക് എന്ന് പറയാം. അപ്പൊ ക്ലിയർ ആണല്ലോ? അവൾക്ക് സംഗീതം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഐ നോ ഷീ ലൈക്സ് മ്യൂസിക്. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് അവൾക്ക് സംഗീതം ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ് എന്നാണ്. അവിടെ എന്താ വ്യത്യാസം? ആദ്യം നമ്മൾ പറഞ്ഞത് എനിക്കറിയാം. അവിടെ നമ്മൾക്ക് ഒരു ഫാക്ട് പോലെ ഒരു കാര്യം അറിയാം എന്നാണ് പറയുന്നത് അല്ലെ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്കൊരു കാര്യം ഉറപ്പാണെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതിന് നമ്മൾ കൊണ്ടുവരുന്ന ഫ്രേസ് ആണ് ഐ എം ഷുവർ. എന്നിട്ട് എന്ത് പറയും? ഐ എം ഷുവർ ഷീ ലൈക്സ് മ്യൂസിക്. അപ്പൊ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഐ നോ എന്ന് പറയുമ്പോൾ 100% നമുക്ക് അറിയാം എന്നാണ് പറയുന്നത് അല്ലെ? മറ്റത് അങ്ങനെയല്ല, എനിക്ക് ഉറപ്പാണ്. ഐ എം ഷുവർ ഷീ ലൈക്സ് മ്യൂസിക്. ഇനി ഒരെണ്ണം കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. അവൾക്ക് പാചകം ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. എന്ത് പറയും?
ഐ എം ഷുവർ ഷീ ലൈക്സ് കുക്കിംഗ്. പാചകം, അതിനാണ് നമ്മൾ കുക്കിംഗ് എന്ന് പറയുന്നത്. അവിടെ ആ ING കാണുമ്പോൾ നിങ്ങൾ അത് വേർബ് അല്ലേ എന്ന് വിചാരിക്കരുത് കേട്ടോ. പാചകം എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിക്ക് നമ്മൾ പറയുന്ന വാക്കാണ് കുക്കിംഗ്. ഇപ്പൊ പുകവലി എന്നുള്ളത് നമ്മൾ സ്മോക്കിംഗ് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവിടെ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് നോക്കൂ. അവൾക്ക് പാകം ചെയ്യാൻ ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇവിടെ പാചകം എന്നല്ല പറഞ്ഞേ, അവൾക്ക് പാചകം ചെയ്യാൻ ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. അവിടെ എന്താ പറയാ? ഐ എം ഷുവർ ഷീ ലൈക്സ് ടു കുക്ക്. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ ടു കുക്ക്. ഐ എം ഷുവർ ഷീ ലൈക്സ് ടു കുക്ക്. വ്യത്യാസം കണ്ടോ? അപ്പോ പാചകം ഇഷ്ടമാണെന്ന് പറയാൻ ഷീ ലൈക്സ് കുക്കിംഗ്, പാചകം ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയാൻ ഷീ ലൈക്സ് ടു കുക്ക്. അതിന്റെ കൂടെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണെന്ന് പറയാൻ ഐ എം ഷുവർ എന്ന് പറഞ്ഞ് നമ്മളത് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ലോങ് സെന്റൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ എങ്ങനെയാണത് ഫോം ചെയ്തതെന്ന് ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നിങ്ങൾ തനിയെ പറയും. അയാൾക്ക് യാത്ര ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഐ എം ഷുവർ ഹി ലൈക്സ് ട്രാവലിംഗ്. യാത്ര ചെയ്യൽ, അതിനാണ് നമ്മളിവിടെ ട്രാവലിംഗ് എന്ന് പറയുന്നത്, ആ ഒരു ആക്ടിവിറ്റിക്ക്. പക്ഷെ അടുത്തത് നോക്കൂ. അയാൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പാണ്. അവിടെ എന്ത് പറയും? ഐ എം ഷുവർ ഹി ലൈക്സ് ടു ട്രാവൽ. മനസ്സിലായോ? യാത്ര ചെയ്യുക, അവിടെ നമ്മളിതൊരു വേർബായിട്ട് ഉദ്ദേശിച്ചു. അപ്പോൾ ഐ എം ഷുവർ ഹി ലൈക്സ് ടു ട്രാവൽ എന്നും പറയാം. സത്യത്തിൽ ഇതിന്റെ രണ്ടിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്, പക്ഷെ അത് നമ്മൾ രണ്ട് തരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ രണ്ട് തരത്തിലും പറയാൻ നമുക്ക് ആ ഒരു പാറ്റേൺ അറിഞ്ഞിരിക്കണമല്ലോ, അതിനാണ് ഞാനിങ്ങനെ കാണിച്ചത്. ആദ്യത്തതിൽ നമ്മളതൊരു നൗൺ ആയിട്ട് പറഞ്ഞു, ട്രാവലിംഗ്, യാത്ര. പക്ഷെ രണ്ടാമത്തതിൽ യാത്ര ചെയ്യുക, ഒരു വേർബായിട്ട് പറയുമ്പോൾ ടു ട്രാവൽ എന്ന് പറയണം. ഇനി അടുത്തത് നോക്കൂ. അയാൾ വരുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഐ എം ഷുവർ വെച്ച് തുടങ്ങണമല്ലോ. ഐ എം ഷുവർ ഹി ഈസ് കമ്മിങ്. അയാൾ വരുന്നുണ്ട്. വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യല്ലേ, അവിടെ നമ്മൾ പഠിച്ചതല്ലേ ING ഫോം യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഐ എം ഷുവർ ഹി ഈസ് കമ്മിങ്. പക്ഷെ ഇതെങ്ങനെ പറയും? അയാൾ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങളിത് ശ്രദ്ധിക്കണം കേട്ടോ. അയാൾ വരുമെന്ന്, വരും അല്ലെ? അപ്പൊ നമ്മളൊരു ഫ്യൂച്ചറിലെ കാര്യമല്ലേ പറയുന്നത്. ഫ്യൂച്ചറിലെ കാര്യം പറയാൻ നമ്മൾ എന്താണ് ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരുന്നത്? വിൽ യൂസ് ചെയ്യണ്ടേ? അപ്പൊ എന്ത് പറയും? ഐ എം ഷുവർ ഹി വിൽ കം. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാം കേട്ടോ. ആദ്യം നമുക്ക് പറയാം ഐ എം ഷുവർ ഹീസ് കമ്മിങ് എന്ന് പറയാം. ഹീസ്, ഹി ഇസ് എന്ന് പറയാണ്ട് ഹീസ് എന്ന് പറയാം. ഹീസ് കമ്മിങ്. രണ്ടാമത്തേതില് ഐ എം ഷുവർ ഹിൽ കം എന്ന് പറയാം. ഹിൽ എന്ന് വെച്ചാൽ ഹി വിൽ, ഹിൽ കം. പലപ്പോഴും സംഭവിക്കാറില്ലേ, നമ്മൾ എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചുകൊണ്ട് കഴിയുമ്പോഴേക്കും അയ്യോ വാതില് ലോക്ക് ചെയ്തോ എന്നൊരു സംശയം തോന്നില്ലേ? അപ്പൊ നമ്മുടെ കൂടെയുള്ള ആൾ എന്തായിരിക്കും പറയാ? നീ വാതില് ലോക്ക് ചെയ്തു എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയും അല്ലെ? അവിടെ അറിയാം എന്നല്ല പറഞ്ഞത്, എനിക്ക് ഉറപ്പാണെന്ന്. അത് ചിലപ്പോൾ പിന്നീട് ചിലപ്പോൾ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയുകയും ചെയ്യും. അപ്പോ അവിടെ എങ്ങനെയാ നമ്മൾ പറയാ? ഐ എം ഷുവർ യു ലോക്ക്ഡ് ദ ഡോർ. ഐ എം ഷുവർ യു ലോക്ക്ഡ് ദ ഡോർ. മനസ്സിലായോ? യു ലോക്ക്ഡ്, നീ വാതില് ലോക്ക് ചെയ്തു എന്ന് എനിക്ക് ഉറപ്പാണെന്നല്ലേ പറഞ്ഞേ? ചെയ്തു, അതുകൊണ്ടാണ് പറഞ്ഞത് ഐ എം ഷുവർ യു ലോക്ക്ഡ് ദ ഡോർ. അതുപോലെ വേറൊരെണ്ണം, നീ നിന്റെ പരമാവധി ചെയ്തു എന്ന് എനിക്ക് ഉറപ്പാണ്. അതായത് നിന്നെ കൊണ്ട് പറ്റുന്നത്രയും മാക്സിമം നീ ചെയ്തു എന്ന് എനിക്ക് ഉറപ്പാണ്. അവിടെ എന്ത് പറയും? ഐ എം ഷുവർ. ഇനി നിന്റെ പരമാവധി ചെയ്തു എന്നല്ലേ പറയേണ്ടത്? അവിടെ നമ്മൾ പറയുക ഐ എം ഷുവർ യു ഡിഡ് യുവർ ബെസ്റ്റ് എന്നാണ്. യു ഡിഡ് യുവർ ബെസ്റ്റ്, അതായത് നിന്നെ കൊണ്ട് പറ്റാവുന്നത്രയും നീ ചെയ്തു എന്ന്. യു ഡിഡ് യുവർ ബെസ്റ്റ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് ഐ എം ഷുവർ യു ഡിഡ് യുവർ മാക്സിമം എന്ന്. അങ്ങനെ പറയില്ല കേട്ടോ, അതൊട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ല. അവിടെ നമ്മൾ പറയുന്നത് ഐ എം ഷുവർ യു ഡിഡ് യുവർ ബെസ്റ്റ് എന്നാണ്. ഇനി നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ പോകുന്ന വഴിക്ക് പറയാണ് അവള് യെസ് പറയൂന്നാവോ എന്ന് പറയുമ്പോൾ അവള് യെസ് പറയുന്നത് എനിക്ക് ഉറപ്പാണ്. എങ്ങനെ പറയും? ഐ എം ഷുവർ ഷീൽ സേ യെസ്. ഐ എം ഷുവർ ഷീൽ സേ യെസ്. ഷീൽ എന്ന് വെച്ചാൽ ഷീ വിൽ. അപ്പൊ കണ്ടോ പറഞ്ഞത് ഐ എം ഷുവർ ഷീൽ സേ യെസ്. പക്ഷെ ഇവിടെ ഞാൻ വേറൊരു കാര്യം പറയാട്ടോ. ഈ എനിക്ക് ഉറപ്പാണ് എന്നുള്ളതിന് പകരം എനിക്ക് തോന്നുന്നു എന്നാണ് പറയുന്നെങ്കിലോ, എനിക്ക് തോന്നുന്നു അവള് യെസ് പറയുമെന്ന്. അവിടെ എന്ത് പറയും? അതിന് ആ എനിക്ക് തോന്നുന്നു എന്നുള്ളതിന് നമ്മൾ ഐ തിങ്ക് എന്ന് പറയേണ്ടി വരും. അവിടെ ആ ഐ തിങ്ക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ ആലോചിക്കുകയാണ് എന്നല്ല. അവിടെ എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ കരുതുന്നു എന്നൊക്കെ പറയാനാണ് ഈ ഐ തിങ്ക് പറയുന്നത്. എന്ത് പറയും? ഐ തിങ്ക് ഷീൽ സേ യെസ്. ഈ ആദ്യം പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ നമ്മൾ ഐ തിങ്ക് ഷീൽ സേ യെസ് എന്ന് പറയുന്നത്.
നമ്മൾ അവിടെ സമയത്ത് എത്തുമെന്ന് തോന്നുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അവിടെ ഐ തിങ്ക് എന്ന് പറഞ്ഞല്ലേ തുടങ്ങേണ്ടത്. ഐ തിങ്ക് സമയത്തെത്തുമെന്ന് തോന്നുന്നു. വിൽ ഗെറ്റ് ദെയർ ഓൺ ടൈം. അവിടെ എത്തുക എന്നുള്ളതിനാണ് ടു ഗെറ്റ് ദെയർ എന്ന് പറഞ്ഞത്. ടു റീച്ച് എന്നും പറയാം, പക്ഷെ ടു ഗെറ്റ് ടു സം പ്ലേസ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ടുള്ള, കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഐ തിങ്ക് വിൽ ഗെറ്റ് ദെയർ ഓൺ ടൈം. ഈ വീൽ എന്ന് വെച്ചാൽ വി വിൽ, അതാണ് വീൽ എന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് സമയത്ത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഓൺ ടൈം എന്ന് പറഞ്ഞത്. ആ ഒരു എക്സ്പ്രഷൻ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഓൺ ടൈം എന്ന് അവസാനം വന്നത്. ഐ തിങ്ക് വിൽ ഗെറ്റ് ദെയർ ഓൺ ടൈം. അടുത്തത് നോക്കൂ. അയാൾ നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിവിടെ മനഃപൂർവ്വം ഇങ്ങനെ ടെൻസസ് മാറ്റി മാറ്റി പറയുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി ആ ഒരു പ്രാക്ടീസിനാണ് ഇങ്ങനെ തരുന്നത്. ഇവിടെ ഞാൻ എന്താ ഉപയോഗിച്ചെന്ന് കണ്ടോ? അയാൾ നമ്മളെ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അവിടെ പറയാ ഐ തിങ്ക് ഹി വിൽ ഹെൽപ്പ് അസ്. ഐ തിങ്ക് ഹിൽ ഹെൽപ്പ് അസ്. അവിടെ ഫ്യൂച്ചർ ടെൻസ് ആണ് പറയുന്നത്. ഐ തിങ്ക് ഹിൽ ഹെൽപ്പ് അസ്. ഇനി അടുത്ത സെന്റൻസ് നിങ്ങൾ നോക്കൂ. അയാള് നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ നമ്മൾ ഈ മുൻപ് കണ്ട അതേ കാര്യം നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അതായത് മറ്റതൊരു പ്രതീക്ഷയാണല്ലോ, എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുമെന്ന്. പക്ഷെ ഇതങ്ങനെയല്ല, ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് അങ്ങനെ ഒരു ഹോപ്പ് ഇല്ല അവിടെ അല്ലെ. അപ്പൊ അവിടെ എന്താ നമ്മൾ പറയുക? ഐ ഡോണ്ട് തിങ്ക് എന്ന് പറയും. ഐ ഡോണ്ട് തിങ്ക് ഹി വിൽ ഹെൽപ്പ് അസ്. മനസ്സിലായോ? അങ്ങനെ ഒരു കാര്യം ഞാൻ കരുതുന്നില്ല എന്ന് പറയാൻ നെഗറ്റീവ് ആക്കണം. അപ്പോ ഐ തിങ്ക് എന്നുള്ളതിന്റെ നെഗറ്റീവ് ഫോം ആണ് ഐ ഡോണ്ട് തിങ്ക്. ഐ ആയതുകൊണ്ടാണ് ഡോണ്ട് വന്നത്. ഐ കഴിഞ്ഞിട്ട് ഡസന്റ് വരില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. കാരണം ഐ തിങ്ക് എന്നല്ലേ പറഞ്ഞേ, തിങ്സ് എന്ന് പറയുന്നില്ലല്ലോ, അവിടെ എസ് ഇല്ലല്ലോ തിങ്കിന്റെ കൂടെ. അതുപോലെ തന്നെ ഡസന്റ് അല്ല ഡോണ്ട് ആണ് നെഗറ്റീവ് ഫോമിൽ വരിക. ഐ ഡോണ്ട് തിങ്ക് ഹിൽ ഹെൽപ്പ് അസ്. ഒരു എക്സാമ്പിളൂടെ പറയാം, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. ഇന്ന് രാത്രി മഴ പെയ്യുമെന്ന് തോന്നുന്നു. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ മലയാളത്തിൽ പറയുക, എനിക്ക് എന്നുള്ളത് പറയണമെന്നില്ല. പക്ഷെ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഐ തിങ്ക് എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങണം. എന്ത് പറയും? ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ്. ഇന്ന് രാത്രി, അതാണ് ടുനൈറ്റ്. അവിടെ നമ്മൾ ദിസ് നൈറ്റ് എന്ന് പറയണ്ട കേട്ടോ, ടുഡേ നൈറ്റ് എന്ന് പറയണ്ട, ടുനൈറ്റ്. എന്താ പറയാ? ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ്. ഇറ്റ് വിൽ എന്നുള്ളതിന് ഇറ്റ് വിൽ എന്ന് പറയാം. ഐ തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ്. ഇനി ഇന്ന് രാത്രി മഴ പെയ്യുമെന്ന് തോന്നുന്നില്ല. അവിടെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ്. മനസ്സിലായോ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ റെയിൻ ടുനൈറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഐ നോ, ഐ എം ഷുവർ, ഐ തിങ്ക്, ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ഇപ്പൊ എനിക്ക് പറയണം, നിങ്ങൾ അതേക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്ത് പറയും? ഐ നോ യു ഹവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. കേട്ടിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ടാണ് ഐ നോ യു ഹവ് ഹേർഡ് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ അതേക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഐ എം ഷുവർ യു ഹവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ നിങ്ങൾ അതേക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് യു ഹവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. വ്യത്യാസം മനസ്സിലായല്ലോ? ഈ മൂന്ന് ഫ്രേസസും വെച്ച് എങ്ങനെയാണ് സെന്റൻസസ് തുടങ്ങുക എന്ന് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നോക്കാം. അതിനു മുൻപ് ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൂടെ തരാം, എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത പാറ്റേൺ നിങ്ങൾ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സെന്റൻസ് ഇതാണ്: അയാൾക്ക് എന്നെ അറിയാമെന്നെനിക്ക് ഉറപ്പാണ്. എന്ത് പറയും? ഐ എം ഷുവർ ഹി നോസ് മീ എന്ന് പറയും അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ ദാറ്റ് ചേർത്ത് പറയാം. ഐ എം ഷുവർ ദാറ്റ് ഹി നോസ് മീ എന്ന് പറയാം. പക്ഷെ എവറിഡേ ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ ഇങ്ങനെ ദാറ്റ് പറയില്ല, അത് ഡ്രോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത് ഐ എം ഷുവർ ഹി നോസ് മീ എന്ന്. പക്ഷെ അടുത്ത സെന്റൻസ് നോക്കൂ. അയാൾക്ക് എന്നെ അറിയാമെന്ന് എനിക്ക് ഉറപ്പില്ല. നെഗറ്റീവ് ആണ്. എനിക്ക് ഉറപ്പില്ല എന്നാ പറഞ്ഞേ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഐ എം നോട്ട് ഷുവർ എന്നാണ്. മുൻപ് നമ്മൾ ഐ എം ഷുവർ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ നെഗറ്റീവ് ഐ എം നോട്ട് ഷുവർ. എന്ത്? അയാൾക്ക് എന്നെ അറിയാമെന്ന് എനിക്ക് ഉറപ്പില്ല. നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഇനി എന്താ പറയുന്നത് നോക്കൂ. ഇഫ് ഹി നോസ് മീ എന്ന് ചേർക്കണം. ഐ എം നോട്ട് ഷുവർ ഇഫ് ഹി നോസ് മീ. അതായത് മുൻപ് നമ്മൾ ഐ എം ഷുവർ ഹി നോസ് മീ അല്ലെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് ഹി നോസ് മീ എന്ന് പറഞ്ഞില്ലേ. പക്ഷെ നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ ഇഫ് പറഞ്ഞാണ് അടുത്ത ഭാഗം തുടങ്ങുക. ഐ എം നോട്ട് ഷുവർ ഇഫ് ഹി നോസ് മീ. ഈ ഇഫ് നമുക്ക് ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇഫ് ചേർത്ത് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അറിഞ്ഞുകൂടാ അല്ലെങ്കിൽ എനിക്ക് ഉറപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ ആ ഇഫ് ചേർത്താണ് ആ സെക്കൻഡ് പാർട്ട് തുടങ്ങുക. ഐ എം നോട്ട് ഷുവർ ഇഫ് ഹി നോസ് മീ. പിന്നെ ഇവിടെ ഒരു കാര്യം, ഈ ഇഫിന് പകരം നമുക്ക് വേണമെങ്കിൽ വെദർ എന്നതും ചേർക്കാം.
വെദർ എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് നോക്കണം. നമ്മൾ WEATHER എന്ന് പറയില്ലേ, നമ്മൾ ഈ കാലാവസ്ഥയെ കുറിച്ച്, ഇന്ന ദിവസം എങ്ങനെയുണ്ട് അതിനെ കുറിച്ച് പറയുമ്പോൾ, ദിവസത്തെ ആ ഒരു അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ വെദർ എന്ന് പറയുമല്ലോ. ആ വെദർ അല്ല ഇത്, ഇഫ് എന്നുള്ള അർത്ഥത്തിൽ വരുന്ന വെദർ ആണ്. പക്ഷെ ഒരു കാര്യമുള്ളത്, കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ റിട്ടൺ ഇംഗ്ലീഷിലൊക്കെയാണ് നമ്മൾ വെദർ പറയുക. സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇഫിന്റെ ആവശ്യമുള്ളൂ. ഇനി ഇതെങ്ങനെ പറയും? അയാൾ ഇന്ന് അവധിയിലാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഐ എം നോട്ട് ഷുവർ ഇഫ് ഹീസ് ഓൺ ലീവ് ടുഡേ. ഇന്ന് അവധിയിലാണെന്ന് ഉറപ്പില്ല എന്നല്ലേ പറഞ്ഞേ? അവധിയിൽ, അതിനാണ് ഓൺ ലീവ് എന്ന് പറഞ്ഞത്. ഐ എം നോട്ട് ഷുവർ ഇഫ് ഹീസ് ഓൺ ലീവ് ടുഡേ. ഇവിടെ ഞാൻ അടുത്ത പാറ്റേൺ കാണിക്കാൻ പോകാട്ടോ. ഇതേ കാര്യം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയില്ലേ, അയാൾ ഇന്ന് വന്നിട്ടുണ്ടോ ആവോ എന്ന് പറയില്ലേ? അതായത് നമുക്ക് സംശയമാണ് അല്ലെ? അവിടെ ആ ഒരു അൺസർട്ടനിറ്റി കാണിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഫ്രേസ് ആണ് ഐ വണ്ടർ. അപ്പോൾ ഐ എം നോട്ട് ഷുവർ പോലെ അല്ല ഐ വണ്ടർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടി ഒരു കാര്യത്തെ കുറിച്ച് ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. അവിടെ നമ്മൾ പറയുക ഐ വണ്ടർ ഇഫ് ഹിസ് കം ടുഡേ. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഫ്രേസ് ഉണ്ടല്ലോ, ആ സെക്കൻഡ് പാർട്ട്, അത് തന്നെ ഇവിടെ ഉപയോഗിച്ചത്. പക്ഷെ ആദ്യം ആ ഒരു ബിഗിനിങ് പാർട്ട് മാറി. ഐ വണ്ടർ ഇഫ് ഹിസ് കം ടുഡേ എന്ന് പറഞ്ഞു. ഇത് നോക്കൂ, അവർക്ക് സമ്മാനം ഇഷ്ടപ്പെട്ടോ ആവോ, അവർക്ക് ആ ഒരു ഗിഫ്റ്റ് ഇഷ്ടമായോ ആവോ എന്ന് നമ്മൾ പറയാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുമ്പോ അവിടെ നമ്മൾ അതൊരു പാസ്റ്റ് ആണ് ഇവിടെ വരുന്നത് അല്ലേ? പെടുമോ എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പൊ എന്ത് പറയും? ഐ വണ്ടർ ഇഫ് ദേ ലൈക്ഡ് ദ ഗിഫ്റ്റ്. മനസ്സിലായോ? ഇഷ്ടപ്പെട്ടു, ആ ഒരു പാസ്റ്റ് ടെൻസ് ആണ് വരേണ്ടത്. ഐ വണ്ടർ ഇഫ് ദേ ലൈക്ഡ് ദ ഗിഫ്റ്റ്. നേരത്തെ നമ്മൾ കണ്ട ഒരു സെന്റൻസ് ഞാൻ ഇവിടെ ഐ വണ്ടർ ചേർത്ത് പറയാൻ പോവാണ്. അയാൾ നമ്മളെ സഹായിക്കുമോ ആവോ. ഐ വണ്ടർ ഇഫ് ഹീൽ ഹെൽപ്പ് അസ്. അയാൾ നമ്മളെ സഹായിക്കുമോ എന്നല്ലേ പറഞ്ഞത്? ഫ്യൂച്ചർ അല്ലേ? ഐ വണ്ടർ ഇഫ് ഹി വിൽ ഹെൽപ്പ് അസ്. ഇനി ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ബസ് തൃശ്ശൂർക്ക് പോകുമോ ആവോ. അവിടെ ഞാൻ പറഞ്ഞത് തൃശ്ശൂർക്ക് പോകുമോ ആവോ, പോകും, ആ ഒരു ഫ്യൂച്ചർ ടെൻസ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെയാ പറയുന്നേ നോക്കൂ. ഐ വണ്ടർ ഇഫ് ദിസ് ബസ് ഗോസ് ടു തൃശ്ശൂർ എന്നാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ ഐ വണ്ടർ ഇഫ് ദിസ് ബസ് വിൽ ഗോ ടു തൃശ്ശൂർ എന്ന് പറയാം. പക്ഷെ കൂടുതൽ നാച്ചുറൽ ആയത് ഇവിടെ നമ്മൾ ഗോസ് പറയുന്നതാണ്. കാരണം ബസ്സിന്റെ ആ ഒരു സ്കെഡ്യൂളിനെ പറ്റിയല്ലേ നമ്മൾ പറയുന്നത്. ഡെയിലി പോകുന്ന ഒരു കാര്യമാണല്ലോ ബസ് ഈ ഒരു റൂട്ടിൽ ഓടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ പ്രസന്റ് സിമ്പിൾ ടെൻസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ വണ്ടർ ഇഫ് ദിസ് ബസ് ഗോസ് ടു തൃശ്ശൂർ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സെന്റൻസസ് നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആദ്യം പറയുന്നത് അയാള് വീട്ടിൽ പോയോ ആവോ എന്നാണ്. അപ്പൊ വീട്ടിൽ പോയോ എന്നല്ലേ നമ്മൾ പറയുന്നത്, പാസ്റ്റ് ടെൻസ് വരണം. അപ്പൊ എന്ത് പറയും ഇംഗ്ലീഷിൽ? ഐ വണ്ടർ ഇഫ് ഹി വെന്റ് ഹോം എന്ന് പറയും അല്ലെ? ഐ വണ്ടർ ഇഫ് ഹി വെന്റ് ഹോം. പക്ഷെ അടുത്തത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അയാള് എവിടെ പോയോ ആവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അവിടെ എവിടെ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വേർഡ് തന്നെ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന WH ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വേർ എന്ന് യൂസ് ചെയ്യണം. പക്ഷെ അതെങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ പറയുന്നേ നോക്കൂ. ഐ വണ്ടർ വേ ഹി വെന്റ്. അവിടെയാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഞാനിവിടെ പറഞ്ഞത് ഐ വണ്ടർ വേ ഹി വെന്റ് എന്നാണ്. അപ്പൊ സാധാരണ അയാൾ എവിടെ പോയി എന്നുള്ളതിന് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? വേ ഡിഡ് ഹി ഗോ എന്ന് പറയും അല്ലെ? അവിടെ ഡിഡ് വരണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇംഗ്ലീഷിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്, വേ ഡിഡ് ഹി ഗോ. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ ഈ ഐ വണ്ടർ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സെന്റൻസിന്റെ ഉള്ളിൽ വരുമ്പോ പിന്നെ ഡിഡിന്റെ ആവശ്യമില്ല. അപ്പൊ അവിടെ നമ്മൾ വേ ഡിഡ് ഹി ഗോ എന്നുള്ളതല്ല പറയുക, ഐ വണ്ടർ വേ ഹി വെന്റ്. ഡിഡ് മാറ്റിയിട്ട് ആ ഗോയിന് പാസ്റ്റ് ടെൻസ്, സാധാരണ സെന്റൻസസിൽ നമ്മൾ പറയുന്നത് പോലെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത് ഐ വണ്ടർ വേ ഹി വെന്റ്. മനസ്സിലായത് എങ്ങനെ വന്നേന്ന്? നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. അവളിപ്പോ എന്ത് ചെയ്യുകയാണാവോ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. അവളിപ്പോൾ എന്ത് ചെയ്യുകയാണാവോ. അപ്പൊ എന്ത് ചെയ്യുകയാണ്, അവിടെ വാട്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് വരണം. എന്ത് പറയും? ഐ വണ്ടർ വാട്ട് ഷീ ഈസ് ഡൂയിങ് റൈറ്റ് നൗ. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിനാണ് ഞാൻ റൈറ്റ് നൗ എന്ന് പറഞ്ഞത്. പക്ഷെ അതിനു മുൻപ് ഇത് നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞത് ഐ വണ്ടർ വാട്ട് ഷീ ഈസ് ഡൂയിങ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ടത് വാട്ട് ഇസ് ഷീ ഡൂയിങ് എന്നല്ലേ? വാട്ട് ഇസ് ഷീ എന്നല്ലേ വരേണ്ടത്? ഇവിടെ അങ്ങനെയല്ല. ആ സെന്റൻസിന്റെ ഉള്ളിൽ വരുമ്പോ ആ ഇസ് ഷീ എന്നുള്ളത് മാറിയിട്ട് ഷീ ഇസ് എന്നുള്ളത് ഒരു സെന്റൻസ് പോലെ ആക്കി മാറ്റും നമ്മൾ. മനസ്സിലായോ?
ഐ വണ്ടർ വാട്ട് ഷീ ഈസ് ഡൂയിങ് റൈറ്റ് നൗ. ഇനി ഒരെണ്ണം കൂടെ കാണിക്കാം. അവൻ എന്തിനാണ് എന്നെ വിളിച്ചതാവോ? അതെങ്ങനെ ചോദിക്കും? എന്തിനാണ് എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനായിരിക്കും, എന്തുകൊണ്ട്, റീസൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്ത് എന്നുള്ള വാട്ട് അല്ല വൈ ആണ് വരേണ്ടത്. ഇവിടെ എന്ത് പറയും? ഐ വണ്ടർ വൈ ഹി കോൾഡ് മീ. അവിടെ നിങ്ങൾക്കൊരു സംശയം വരുന്നുണ്ടോ? അവിടെ അയാൾ എന്നെ എന്തുകൊണ്ട് വിളിച്ചു എന്ന് ചോദിക്കാൻ വൈ ഡിഡ് ഹി കോൾ മീ എന്നാണ് പറയേണ്ടത്. വൈ ഡിഡ് ഹി കോൾ മീ. പക്ഷെ ഇവിടെ ഈ ഒരു സെന്റൻസിനുള്ളിൽ വരുമ്പോ ആ ഡിഡ് ഹി കോൾ മീ എന്നൊക്കെ ഉള്ളത് മാറിയിട്ട് ഐ വണ്ടർ വൈ ഹി കോൾഡ് മീ. ആ ഡിഡ് മാറിയിട്ട് കോൾഡ്, ഇ ഡി അവിടെ കോൾഡ് കൂടെ ആഡ് ചെയ്താൽ മതി. അങ്ങനെ വന്നേ ഐ വണ്ടർ വൈ ഹി കോൾഡ് മീ. ഇനി അടുത്തത് നിങ്ങളൊന്ന് നോക്കൂ. അവൻ എന്താണ് എന്നെ വിളിക്കാതിരുന്നതാവോ? അവിടെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണ്. ആവോ, ഐ വണ്ടർ എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങണം. പക്ഷെ എന്താ പറഞ്ഞേ? അവൻ എന്താണ് എന്നെ വിളിക്കാതിരുന്നതാവോ എന്നാ പറയുന്നത്. അപ്പൊ അവിടെ നെഗറ്റീവ് വരണമല്ലോ. എന്ത് പറയും? ഐ വണ്ടർ, ശ്രദ്ധിക്കൂട്ടോ, വൈ ഹി ഡിഡ്ന്റ് കോൾ മീ. അവിടെയും വൈ ഡിഡ്ന്റ് ഹി കോൾ മീ എന്നല്ല, വൈ ഹി ഡിഡ്ന്റ് കോൾ മീ. നെഗറ്റീവ് കൂടെ വന്നതുകൊണ്ട് ഡിഡ്ന്റ് യൂസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഓർഡർ മാറി. വൈ ഹി ഡിഡ്ന്റ് കോൾ മീ എന്നാ പറഞ്ഞത്. വൈ ഡിഡ്ന്റ് ഹി കോൾ മീ എന്ന് നമ്മൾ ഈ സെന്റൻസിന്റെ ഉള്ളിലായതുകൊണ്ട് പറയുന്നില്ല. ക്ലിയർ ആയോ? ഐ വണ്ടർ വൈ ഹി ഡിഡ്ന്റ് കോൾ മീ. ക്വസ്റ്റ്യൻ എന്നുള്ളത് മാറ്റി ഒരു സെന്റൻസ് പോലെ ആക്കിയിട്ടാണ് നമ്മളത് പറഞ്ഞത്. ഇതുപോലെ ഞാനൊരു എക്സാമ്പിളോട് പറയാം. അയാൾ എന്താണ് ഭക്ഷണം മുഴുവൻ കഴിക്കാതിരുന്നതാവോ? അതായത് ഭക്ഷണം തീർത്ത് കഴിക്കാതിരുന്നതാവോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അല്ലെ. എന്താ ചോദിക്കുക? ഐ വണ്ടർ വൈ ഹി ഡിഡ്ന്റ് ഫിനിഷ് ഹിസ് ഫുഡ്. കണ്ടോ എങ്ങനെ വന്നേന്ന്? ഐ വണ്ടർ വൈ ഹി ഡിഡ്ന്റ് ഫിനിഷ് ഹിസ് ഫുഡ്. വൈ ഡിഡ്ന്റ് ഹി ഫിനിഷ് ഹിസ് ഫുഡ് എന്ന് പറയണ്ട. അപ്പോ ഐ വണ്ടർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സെന്റൻസിന്റെ ഉള്ളിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഐ വണ്ടർ വൈ ഹി ഡിഡ്ന്റ് ഫിനിഷ് ഹിസ് ഫുഡ്. വൈ ഡിഡ്ന്റ് ഹി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ഫോമിലാക്കി അത് പറയരുത് കേട്ടോ. ഇനി അടുത്തത് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും. ശ്രമിച്ചു നോക്കൂ. അവൾ എന്താണ് എന്നോട് മിണ്ടാതിരുന്നതാവോ? അപ്പൊ മിണ്ടാതിരുന്നത് പാസ്റ്റ് ആണ്, നെഗറ്റീവും ആണ് അല്ലെ. പിന്നെ ഇവിടെ നമ്മൾ എന്താണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിവിടെ ഒരു റീസൺ ആണ് അന്വേഷിക്കുന്നത്. എന്തായിരിക്കും കാരണം, അതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ആണ് വരേണ്ടത്. എന്ത് പറയും? ഐ വണ്ടർ വൈ ഷി ഡിഡ്ന്റ് ടോക്ക് ടു മീ. ഐ വണ്ടർ വൈ ഷി ഡിഡ്ന്റ് ടോക്ക് ടു മീ. അല്ലാതെ ഐ വണ്ടർ വൈ ഡിഡ്ന്റ് ഷി ടോക്ക് ടു മീ എന്ന് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ വരരുത് കേട്ടോ. ഐ വണ്ടർ വൈ ഷി ഡിഡ്ന്റ് ടോക്ക് ടു മീ എന്ന് പറയണം. ഇനി ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മളിങ്ങനെ ആലോചിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു പാർട്ടിക്ക് പോയി ഒരു പുതിയൊരു വിഭവം നമ്മളവിടെ ട്രൈ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ആലോചിക്കില്ലേ, ഈ ഒരു ഡിഷ് അവരെ എങ്ങനെയാണ് അവ ഉണ്ടാക്കിയത്, കാരണം അത്ര ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ പറയില്ലേ. അപ്പൊ എന്ത് പറയും? ഐ വണ്ടർ ഹൗ ദേ മെയ്ഡ് ദിസ് ഡിഷ്. ഐ വണ്ടർ ഹൗ ദേ മെയ്ഡ് ദിസ് ഡിഷ്. അത്ര രുചിയുണ്ട് അതിന്. ഇറ്റ്സ് സോ ഗുഡ്. ഐ വണ്ടർ ഹൗ ദേ മെയ്ഡ് ദിസ് ഡിഷ്. നേരത്തെ നമ്മൾ ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന തരം സെന്റൻസസ് പ്രാക്ടീസ് ചെയ്ത് ഓർക്കുന്നുണ്ടോ? അതുപോലെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. നിങ്ങളത് കിട്ടുന്നുണ്ടോ നോക്കൂ. അവന് ജോലി കിട്ടി എന്ന് എനിക്ക് ഉറപ്പില്ല. എന്ത് പറയും? ഐ എം നോട്ട് ഷുവർ ഇഫ് ഹി ഗോട്ട് എ ജോബ് അല്ലെ. ഐ എം നോട്ട് ഷുവർ ഇഫ് ഹി ഗോട്ട് എ ജോബ്. നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇഫ് ആഡ് ചെയ്തത് നമ്മൾ. ഇനി ഇതെങ്ങനെ പറയും? അവന് ജോലി കിട്ടിയോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇവിടെ നമുക്ക് തീർത്തും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഉറപ്പില്ല എന്നല്ല, അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു തുടങ്ങണം. എന്ത് പറയും? ഐ ഡോണ്ട് നോ ഇഫ് ഹി ഗോട്ട് എ ജോബ്. ആ സെക്കൻഡ് പാർട്ട് സെയിം ആണ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ പറയുന്നത്, അറിയില്ല എന്ന്. അതുകൊണ്ടാണ് ഇഫ് ചേർത്തത്. ഐ ഡോണ്ട് നോ ഇഫ് ഹി ഗോട്ട് എ ജോബ്. അടുത്തത് നോക്കൂ. അവര് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഇഫ് ദേ വിൽ എഗ്രി. സമ്മതിക്കുക എന്നുള്ളതിനാണ് നമ്മൾ എഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദെയിൽ എന്ന് വെച്ചാൽ ദേ വിൽ ആണ്. ഐ ഡോണ്ട് നോ ഇഫ് ദേ വിൽ എഗ്രി. അപ്പൊ ഇതോ, നമ്മൾ നിൽക്കണോ അതോ പോകണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ, നിൽക്കണോ അതോ പോകണോ എന്ന് ചോദിക്കില്ലേ, അത് അറിയില്ല എന്നാ പറയുന്നത്. ഇപ്പൊ എന്ത് പറയും? ഐ ഡോണ്ട് നോ ഇഫ് വി ഷുഡ് വെയിറ്റ് ഓർ ലീവ്. അതായത് നിൽക്കണോ അതോ പോകണോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ ഓർ അവിടെ നമ്മൾ ചേർത്തത്. ഐ ഡോണ്ട് നോ ഇഫ് വി ഷുഡ് വെയിറ്റ് ഓർ ലീവ്. അയാൾ എവിടെ പോയി എന്ന് എനിക്കറിയില്ല. മുൻപ് നമ്മൾ കണ്ടതുപോലെയുള്ള സെന്റൻസ് ആണിത്. അപ്പൊ മുൻപ് നമ്മൾ ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞില്ലേ, ഇവിടെ എനിക്ക് അറിയില്ല എന്നാ പറയുന്നത്. അപ്പൊ ഐ ഡോണ്ട് നോ
വേ ഹി വെന്റ്. ഓർമ്മയുണ്ടല്ലോ മുൻപ് നമ്മൾ കണ്ടത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വരുന്നുണ്ട്, വേർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവിടെ വേ ഡിഡ് ഹി ഗോ അല്ല, ഐ ഡോണ്ട് നോ വേ ഹി വെന്റ്. അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവിടെ എന്താണ് പറ്റിയത് നോക്കൂ, അയാൾക്ക് എന്താണ് വേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇവിടെ പാസ്റ്റ് ടെൻസ് അല്ല, പ്രസന്റ് ടെൻസ് ആണ്. അവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു നോക്കൂ, എന്താണ് എന്നാണല്ലോ വാക്ക്. അപ്പൊ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് ആണ് അല്ലെ. അപ്പൊ എന്ത് പറയും, ഐ ഡോണ്ട് നോ വാട്ട് ഹി വാണ്ട്സ്. വാട്ട് ഹി വാണ്ട്സ് അല്ലാതെ ഐ ഡോണ്ട് നോ വാട്ട് ഡസ് ഹി വാണ്ട് വേണ്ട. ഐ ഡോണ്ട് നോ വാട്ട് ഹി വാണ്ട്സ്. ആ ഡസ് മാറ്റിയിട്ട് നമ്മൾ വാണ്ടിന്റെ കൂടെ എസ് ചേർത്തു, ഒരു സെന്റൻസിലെ പോലെ. ഐ ഡോണ്ട് നോ വാട്ട് ഹി വാണ്ട്സ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദിസ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നല്ലേ. അപ്പോ ഐ ഡോണ്ട് നോ ഹൗ ടു ഡു ദിസ്. ഇനി ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, എങ്ങനെയാണ് കാറ് സ്റ്റാർട്ട് ആക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ ആരെങ്കിലും നമ്മളോട് പറയാണ്, നീ പെട്ടെന്ന് ആ കാർ ഒന്ന് സ്റ്റാർട്ട് ആക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയേണ്ടി വന്നാൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ, ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട് എ കാർ. ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട് ദ കാർ. പക്ഷേ ഇവിടെ നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, എങ്ങനെയാണ് കാർ സ്റ്റാർട്ട് ആക്കുന്നതെന്ന് അവൻ അറിയില്ല എന്ന് ഇങ്ങനെ പറയും, ഹി ഡസൻ നോ. അതറിയാലോ, ഐ ആയതുകൊണ്ടാണ് മുൻപ് നമ്മൾ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞത്. ഇവിടെ ഹി ഡസൻ നോ ഹൗ ടു സ്റ്റാർട്ട് എ കാർ. ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് തരാം കേട്ടോ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനാണേ. അവൾ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക്, വി ഡോണ്ട് നോ വൈ ഷീ ഈസ് അപ്സെറ്റ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ കണ്ടോ, സാധാരണഗതിയിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ വൈ ഇസ് ഷീ അപ്സെറ്റ് എന്നല്ലേ പറയുക. പക്ഷെ ഇവിടെ സെന്റൻസിന്റെ ഉള്ളിൽ വന്നതുകൊണ്ട് ആ ഓർഡർ നമ്മൾ മാറ്റി. ഐ ഡോണ്ട് നോ അല്ലെങ്കിൽ വി ഡോണ്ട് നോ വൈ ഷീ ഈസ് അപ്സെറ്റ് എന്നാണ് പറയുക. ഇനി ഞാൻ മലയാളത്തിൽ 3 സെന്റൻസസ് പറയാം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇംഗ്ലീഷിൽ പറയൂ. ആദ്യത്തത്, അവരെവിടെയാ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേ ദേ ലിവ്. അല്ലെ, അവരുടെ കാര്യമല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഐ ഡോണ്ട് നോ വേ ദേ ലിവ്. അടുത്തത്, അയാൾ എവിടെയാ താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേ ഹി ലിവ്സ്. ഹി ആയതുകൊണ്ട് ലിവ്സ്. ഐ ഡോണ്ട് നോ വേ ഹി ലിവ്സ്. മൂന്നാമത്തത്, അയാൾ എവിടെയാ താമസിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇവിടെ ഞങ്ങൾക്കറിയില്ല, അപ്പോ വി ഡോണ്ട് നോ എന്ന് പറഞ്ഞ് തുടങ്ങണം. വി ഡോണ്ട് നോ വേ ഹി ലിവ്സ്. അപ്പൊ എങ്ങനെയാണ് ആ വരുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മളത് ഇംഗ്ലീഷിൽ മാറ്റങ്ങൾ വരുത്തി പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾ തനിയെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നോട്ട്സ് എഴുതി വെച്ച് തനിയെ റിവൈസ് ചെയ്ത് നോക്കണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് വ്യത്യാസമുള്ള ഒരു പാറ്റേൺ ആണേ. ഞാൻ പറയാണ്, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതായത് ഇപ്പൊ നമുക്ക് അറിയില്ല എന്നല്ല പറഞ്ഞത്, നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ അറിയില്ലായിരുന്നു എന്നാണ്. അപ്പൊ അവിടെ തന്നെ നെഗറ്റീവ് വരണം അല്ലെ. അറിയില്ലായിരുന്നു എന്ന് പറയാൻ ഐ ഡിഡ്ന്റ് നോ എന്ന് പറഞ്ഞാണ് തുടങ്ങുക. എന്ത്, നീ ഇവിടെ ഉണ്ടെന്ന്. ഐ ഡിഡ്ന്റ് നോ യു വർ ഹിയർ. അപ്പൊ അവിടെ ഒരു കാര്യം, അവൾ ഇപ്പൊ അവിടെ ഉണ്ട്. ആ അവിടെ ഉള്ള ആളോടാണ് ഞാൻ പറയുന്നത്, ഐ ഡിഡ്ന്റ് നോ യു വർ ഹിയർ. യു വർ എന്നാണ് പറഞ്ഞത്, പാസ്റ്റ് ടെൻസ് ആണ് പറഞ്ഞത്. അത് ശരിയാണോ? അവൾ ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ. അപ്പോ ഐ ഡിഡ്ന്റ് നോ യു ആർ ഹിയർ എന്നല്ലേ പറയേണ്ടതെന്ന് നിങ്ങൾ ഒരു പക്ഷെ ചിന്തിച്ചേക്കാം. വേണമെങ്കിൽ അങ്ങനെ പറയാം, പക്ഷെ ഇംഗ്ലീഷിൽ ആ ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയത് ഐ ഡിഡ്ന്റ് നോ എന്ന് പറഞ്ഞിട്ടല്ലേ, പാസ്റ്റ് ടെൻസ് അല്ലേ വന്നേ. അതുകൊണ്ട് അത് കഴിഞ്ഞു വരുന്ന ഭാഗവും അതേപോലെ പാസ്റ്റിലേക്ക് ആക്കണം. ഐ ഡിഡ്ന്റ് നോ യു വർ ഹിയർ എന്ന് പറയണം. അവിടെ ഇപ്പോഴും ഉള്ള ഒരാളോടാണ് നമ്മൾ പറയുന്നത്, എനിക്കത് അറിയാം, എങ്കിലും നമ്മൾ ഇങ്ങനെ പറയാം, ഐ ഡിഡ്ന്റ് നോ യു വർ ഹിയർ. അവള് വിവാഹിതയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് പറയും? ഐ ഡിഡ്ന്റ് നോ ഷീ വാസ് മാരിഡ്. അപ്പൊ അവൾ ഇപ്പോഴും വിവാഹിതയാണല്ലോ, അതവിടെ നമുക്ക് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും ആദ്യം ഐ ഡിഡ്ന്റ് നോ എന്ന് പറഞ്ഞ പാസ്റ്റ് പറഞ്ഞില്ലേ, പാസ്റ്റ് ഫോം അല്ലേ വന്നേ, അതുകൊണ്ടാണ് ഷീ വാസ് എന്ന് ഞാൻ പറഞ്ഞത്. ഒരേപോലെ ആക്കാൻ, സ്റ്റാൻഡേർഡ് ആക്കാനാണ്, ഒരേ രീതിയിൽ ടെൻസ് വരാനാണ് ഞാനിത് പറയുന്നത്. ഐ ഡിഡ്ന്റ് നോ ഷീ വാസ് മാരീഡ്. നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഐ ഡിഡ്ന്റ് നോ ഷീ ഈസ് മാരീഡ് എന്ന് പറഞ്ഞേക്കാം. അത് വലിയൊരു തെറ്റാണെന്നല്ല പറഞ്ഞത്, പക്ഷെ പ്രോപ്പർ ഇംഗ്ലീഷ്, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നതാണ്. നിനക്ക് ചായ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് നോ യു ലൈക്ക് ടീ. അപ്പൊ ഇയാൾക്ക് ഇപ്പോഴും ചായ ഇഷ്ടമാണല്ലോ, അപ്പൊ വേണമെങ്കിൽ പറയാം ഐ ഡിഡ്ന്റ് നോ യു ലൈക്ക് ടീ എന്ന്. പക്ഷെ ദിസ് ഇസ് ബെറ്റർ. ഐ ഡിഡ്ന്റ് നോ യു ലൈക്ക് അല്ലെങ്കിൽ ഷീ ലൈക്ക് ടീ. നീ ഇന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് നോ യു വർ വർക്കിംഗ് ടുഡേ. മനസ്സിലായോ? സെയിം കാര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഐ ഡിഡ്ന്റ് നോ
യു ആർ വർക്കിംഗ് ടുഡേ എന്ന് പറയാം. പക്ഷെ ഞാൻ പറയുന്നത് ഐ ഡിഡ്ന്റ് നോ യു വർ വർക്കിംഗ് ടുഡേ എന്നാണ്. ടെൻസ് ഒരേപോലെ ആകാനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പറയുന്നത്. നിങ്ങൾ ഇത്ര അടുത്താണ് താമസിക്കുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ? എന്ത് പറയും? ഐ ഡിഡ്ന്റ് നോ യു ലിവ്ഡ് സോ ക്ലോസ്. ഇത്ര അടുത്താണെന്ന്. സോ ക്ലോസ്. ഐ ഡിഡ്ന്റ് നോ യു ലിവ്ഡ് സോ ക്ലോസ്. ലിവ്ഡ് പാസ്റ്റ് ടെൻസാ ഞാൻ പറഞ്ഞത്. ഇനി ഇതേ കാര്യം തന്നെ ഞാൻ കുറച്ച് വ്യത്യാസപ്പെടുത്തി പറയാൻ പോവാണ്. നിങ്ങൾ ഇത്ര അടുത്താണ് താമസിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. അപ്പൊ മുൻപ് പറഞ്ഞത് എനിക്ക് അറിയില്ല എന്നാണ് അല്ലെ? പക്ഷെ ഇവിടെ ഞാൻ അറിഞ്ഞതേ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ അപ്പ അറിഞ്ഞപ്പോൾ നമ്മൾ വല്ലാതെ സർപ്രൈസ്ഡ് ആയിട്ടാണ് പറയുന്നത്. ഞാൻ അറിഞ്ഞതേ ഇല്ല എന്ന്. അപ്പൊ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഇംഗ്ലീഷില് ഐ നെവർ ന്യൂ എന്നാണ്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? ഐ ഡിഡ്ന്റ് നോ. അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ ഡിഡിന്റ് പാസ്റ്റ് ടെൻസ് അല്ലേ വന്നത്. പക്ഷെ ഇവിടെ ഐ നെവർ ന്യൂ. അപ്പൊ ഡിഡിന്റിന് പകരമാണ് ഇവിടെ നമ്മൾ നെവർ യൂസ് ചെയ്തത്. ഒരിക്കലും ഇതുവരെ അറിഞ്ഞതേ ഇല്ല എന്നുള്ളൊരു മീനിങ്ങില്. എന്നിട്ട് ആ പാസ്റ്റ് കൊണ്ടുവരാനാണ് നമ്മൾ ന്യൂ ആക്കിയത്. കാരണം ഡിഡ് പോയില്ലേ, അപ്പൊ നോവിന്റെ പാസ്റ്റ് ടെൻസ് വന്നു. ന്യൂ. ഐ നെവർ ന്യൂ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഐ നെവർ ന്യൂ യു ലിവ്ഡ് സോ ക്ലോസ്. അവൾക്ക് ഇത്ര കഴിവുണ്ടെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഐ നെവർ ന്യൂ ഷി വാസ് സോ ടാലന്റഡ്. ഐ നെവർ ന്യൂ ഷീ വാസ് സോ ടാലന്റഡ്. അവൾക്ക് ഇപ്പോഴും കഴിവുണ്ട്. എന്നിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഷീ വാസ് എന്നാണ്. ഷീസ് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ കേൾക്കുമ്പോൾ അവിടെ ഒരു ഓക്വേർഡ് ആയിട്ട് തോന്നും. എന്താ കാരണം? ആദ്യം പറഞ്ഞത് ഐ നെവർ ന്യൂ പാസ്റ്റ് ടെൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷീ ഈസ് സോ ടാലന്റഡ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസ് അല്ലേ? അത് രണ്ടും കൂടെ ഒരു ചേരായികയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടും പാസ്റ്റ് തന്നെ ആക്കിയത്. നിനക്ക് യാത്ര ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. I never knew you liked traveling. I never knew you liked traveling. അവൾക്ക് പാറ്റയെ പേടിയാണെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. നമ്മുടെ പലരുടെയും കാര്യമാണിതല്ലേ? അപ്പൊ എന്ത് പറയും? I never knew she was scared of cockroaches. I never knew she was scared of cockroaches. അവൾക്ക് ഇപ്പോഴും പേടിയാണ്. പക്ഷെ ഞാൻ ഷീസ് എന്നല്ല പറഞ്ഞേ, ഷീ വാസ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പല പാറ്റേൺസും കണ്ടു അല്ലെ? അതിനെ ബേസ് ചെയ്താണ് ഞാനിവിടെ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആദ്യത്തേത് നോക്കൂ. അയാൾ സത്യമാണ് പറയുന്നത് എന്ന് എനിക്ക് ഉറപ്പാണ്. അതാണ് പറയേണ്ടത്. അപ്പൊ എനിക്ക് ഉറപ്പാണ് എന്നാണ് പറയുന്നത്. പിന്നെ സത്യം പറയുക എന്നുള്ളതിന് ടു ടെൽ ദ ട്രൂത്ത് എന്നാണ് കേട്ടോ പറയുക. അവിടെ സേ അല്ല പറയേണ്ടത്, ട്രൂത്ത്, സത്യം. അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ടെൽ തന്നെ യൂസ് ചെയ്യണം. രണ്ടാമത്തത്, മീറ്റിംഗ് കഴിഞ്ഞ് അവരെവിടെ പോയോ ആവോ. എവിടെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വേർഡ് വരുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് അവരെവിടെ പോയോ ആവോ. അടുത്തത്, അവൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് തോന്നുന്നു. തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അവൾ എന്നെ തെറ്റിദ്ധരിച്ചു. അത് പാസ്റ്റ് ടെൻസും ആണ്. ഈ തെറ്റിദ്ധരിക്കുക എന്നുള്ളതിനെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് എന്നാണ് പറയുക. അതിന്റെ പാസ്റ്റ് ഫോം മിസ്അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ഈ പാസ്റ്റ് ഫോം. ഇനി അവസാനത്തത്, അയാൾ നിന്റെ ബന്ധുവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അത് നെഗറ്റീവ് ആണ്, പാസ്റ്റ് ടെൻസും ആണല്ലോ അവിടെ വരുന്നത്. അപ്പൊ ആലോചിച്ച് നിങ്ങൾ ചെയ്യൂ. ഈ ബന്ധു എന്നുള്ളതിന് നമ്മൾ റിലേറ്റീവ് എന്നാണ് കേട്ടോ ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നന്നായിട്ട് ആലോചിച്ച് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇത് ഉപകാരപ്പെടുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കൂ ഈ വീഡിയോ. അപ്പൊ താമസിയാതെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വേറൊരു ക്ലാസ്സുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ.